നീലംതോടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി പൊന്നാനി നഗരസഭ. തോടിന്റെ നവീകരണം പുരോഗമിക്കുന്നു. പൊന്നാനി നഗരസഭയുടെ വടക്ക് ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും വലിയ തോതിൽ വെള്ളം ഒഴുകിപ്പോയിരുന്ന നീലംതോടിന്റെ ശോചനീയാവസ്ഥയ്ക്കാണ് പൊന്നാനി നഗരസഭ പരിഹാര പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ മണ്ണടിഞ്ഞും മറ്റിടങ്ങളിൽ കയ്യേറ്റവുമെല്ലാം തോടിലൂടെയുള്ള സുഗമമായ വെള്ളമൊഴുക്കിന് തടസ്സമായി മാറി. ഇക്കാരണത്താൽ കാലവർഷം തുടങ്ങുമ്പോൾ തന്നെ പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിൽ കുടുങ്ങി ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥയാണ്. കുട്ടാട്, കോട്ടത്തറ, ഹൗസിംഗ് കോളനി തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ കാലവർഷത്തിൽ വെള്ളത്തിൽ മുങ്ങാൻ ഇടയാകുന്നതിന്റെ പ്രധാന കാരണം നീലംതോടിലൂടെയുള്ള വെള്ളമൊഴുക്ക് നേരിടുന്ന തടസ്സമാണ്. ഈ തടസ്സങ്ങൾ നീക്കാനും കാലവർഷത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കാനുമുള്ള പദ്ധതികൾക്കാണ് നഗരസഭ തുടക്കം കുറിച്ചിട്ടുള്ളത്. അടഞ്ഞുകിടക്കുന്ന തോടുകളെല്ലാം പുനഃസ്ഥാപിക്കുകയും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന തീരുമാനത്തിലാണ് നഗരസഭ. കൂടാതെ ഇതോടൊപ്പം തോടുകളിലേക്ക് സെപ്റ്റിക് മാലിന്യമടക്കം ഒഴുക്കിവിടുന്നവർക്കെതിരെ കർശന നിയമ നടപടിയും സ്വീകരിക്കും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ നടത്താനാണ് തീരുമാനം. തൊഴിലുറപ്പ് തൊഴിലാളികളും കണ്ടിജന്റ് ജീവനക്കാരുമാണ് പ്രവൃത്തികൾ നടത്തിവരുന്നത്. ആവശ്യമായ സ്ഥലങ്ങളിൽ ആധുനിക മെഷീനറികളും ഉപയോഗിക്കുന്നുണ്ട്. പൊന്നാനി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മോഹനചന്ദ്രനാണ് പ്രവൃത്തികളുടെ മേൽനോട്ട ചുമതല. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഷനിൽകുമാർ, റീന പ്രകാശൻ, TK മഷൂദ്, കൗൺസിലർ ജിതിൻ, മണികണ്ഠൻ എന്നിവർ സ്ഥലത്തെത്തി പ്രവൃത്തികൾ വിലയിരുത്തി. വർഷക്കാലങ്ങളിൽ പൊന്നാനി നഗരസഭയ്ക്കകത്ത് ഒട്ടനവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മൂലം വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഏരിയകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നീലംതോട്, കുട്ടാട് തോട് ഉൾപ്പെടെ JCB, ഇറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചും മാൻ പവർ ഉപയോഗിച്ചും നല്ല രീതിയിൽ മണ്ണ് നീക്കം ചെയ്ത് വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.